നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒരാഴ്ച നീണ്ടുനിന്ന ശാന്തത. എന്നാൽ പിന്നീട് അമേരിക്കയെ മാന്തി ഇറാൻ പണി വാങ്ങിക്കൂട്ടുന്ന കാഴ്ചയാണിപ്പോൾ നമുക്ക് മുന്നിൽ. ഇറാനെതിരെ ഏറ്റവും ശക്തമായ ആക്രമണങ്ങൾക്കാണ് ഇപ്പോൾ അമേരിക്കൻ സേന തുടക്കമിട്ടിരിക്കുന്നത്. ഇന്നലത്തെ രാത്രിയിൽ അക്ഷരാർത്ഥത്തിൽ ഇറാനിൽ തീമഴ പെയ്യിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ഒരാഴ്ച വെടിനിർത്തൽ. ഈ കാലയളവിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ് ജോർദാന് നേർക്കും ബഹ്റിന് നേർക്കും സൗദി അറേബ്യയിലെ ചില കേന്ദ്രങ്ങൾക്ക് നേരെയും ആക്രമണങ്ങൾ നടത്തി. മുൻപ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായിരിക്കെ ജോർദാനിലെ അമേരിക്കൻ സേനാ കേന്ദ്രത്തിന് നേർക്ക് ഇറാൻ റവല്യൂഷണറി ഗാർഡ് നടത്തിയ ആക്രമണത്തിൽ അന്ന് 2 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. അതിനുശേഷം ഇറാനെ തച്ചുടയ്ക്കുമെന്ന് പ്രഖ്യാപിച്ച ഡൊണാൾഡ് ട്രംപ് എന്നാൽ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചുകൊണ്ട് നയതന്ത്ര ഇടപെടലുകളിലേക്ക് താൻ കടക്കുന്നുവെന്നാണ് ട്രംപ് പറഞ്ഞു വെച്ചത്. 4 ദിവസം നീണ്ടുനിന്ന ശാന്തത. ഒടുവിൽ എല്ലാ ശാന്തതയും തകർത്തുകൊണ്ട് ഇറാൻ ജോർദാനിലെ അമേരിക്കൻ സേനാ കേന്ദ്രത്തിന് നേർക്ക് തുടർച്ചയായ ആക്രമണം നടത്തി. ജോർദാനിലെ US സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ തൊടുത്തത് 5 ബാലിസ്റ്റിക് മിസൈലുകൾ. ഇതിന് പിന്നാലെ തങ്ങളുടെ തിരിച്ചടി ശക്തമായിരിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. ഇറാന് നേർക്ക് അതിശക്തമായ ആക്രമണത്തിന് ഞാൻ ഉത്തരവിടുന്നു. ഇനി ഞങ്ങളുടെ ഊഴമാണ് എന്ന് ട്രംപ് പറഞ്ഞു വെച്ചു. ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകൾ അമേരിക്കൻ സേന തടുത്തിരുന്നു. ഇന്റർസെപ്ഷൻ സമയത്ത് US സേനാംഗങ്ങൾ കൃത്യതയോടെ പ്രവർത്തിക്കുന്ന ദൃശ്യങ്ങൾ താൻ കണ്ടു എന്നാണ് ട്രംപ് പിന്നീട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. സായുധ ഗ്രൂപ്പുകൾ ലോകത്തെ കാർന്നു തിന്നുന്ന ക്യാൻസറാണ് എന്ന് ട്രംപ് പറഞ്ഞു. ഇറാനുമായി ബന്ധപ്പെട്ട സായുധ ഗ്രൂപ്പുകൾക്ക് കൂടുതൽ മുന്നറിയിപ്പുകൾ നൽകാൻ ഭരണകൂടം ആലോചിക്കുന്നുണ്ടെന്നും ട്രംപ് പറഞ്ഞു വെച്ചു. ജോർദാനിൽ തമ്പടിച്ച US സേനാംഗങ്ങൾക്ക് നേരെയാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചത്. പിന്നാലെ ലോകം കണ്ടത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സെൻകോമിന് അതിശക്തമായി തിരിച്ചടിക്കാനുള്ള ഉത്തരവ് നൽകുന്ന കാഴ്ച. വടക്കു പടിഞ്ഞാറൻ ഇറാനിലെ പിരാൻ ഷഹർ മേഖലയിൽ അമേരിക്ക കടുത്ത ബോംബാക്രമണങ്ങൾ നടത്തിയായിരുന്നു തിരിച്ചടിയുടെ തുടക്കം. ഇതിനിടയിൽ ഇറാഖ് അതിർത്തിക്കടുത്തുള്ള പശ്ചിമ അസർബൈജാൻ പ്രവിശ്യയിലെ കുർദിഷ് മേഖലയ്ക്ക് നേരെയും രൂക്ഷമായ ബോംബാക്രമണം. ഇന്നലെ രാത്രി അമേരിക്ക തുടക്കമിട്ട ഈ ആക്രമണങ്ങൾക്ക് മറ്റു ചില തലം കൂടിയുണ്ട്. അമേരിക്കയ്ക്കൊപ്പം പോരാട്ട ഭൂമിയിൽ ഇപ്പോൾ മുന്നണി പോരാളിയായി സൗദി അറേബ്യയും കടന്നെത്തിയിരിക്കുന്നു. അമേരിക്കയും സൗദി അറേബ്യയും കിഴക്കൻ ഇറാഖിൽ ഇറാൻ അനുകൂല സായുധ ഗ്രൂപ്പുകളുടെ കേന്ദ്രങ്ങളിൽ തുടർച്ചയായി ബോംബ് വർഷിച്ചു. ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പുകൾ സൗദി എണ്ണ കേന്ദ്രങ്ങൾക്ക് നേരെ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. ഇതിൽ പ്രകോപിതരായി സൗദി അറേബ്യയും കട്ടയ്ക്ക് അമേരിക്കയ്ക്കൊപ്പം ഇപ്പോൾ യുദ്ധമുന്നണിയിൽ അണിനിരന്നിരിക്കുന്നു. എന്നാൽ സൗദിക്ക് നേരെ ഇറാൻ സായുധ മിലിഷ്യകൾ നടത്തിയ ആക്രമണങ്ങളിൽ തങ്ങൾക്ക് ബന്ധമില്ല എന്നാണ് ഇറാൻ ഔദ്യോഗികമായി അവകാശപ്പെടുന്നത്. ഇറാഖിൽ ബാഗ്ദാദ്, ദിയാല, കിർക്കുക്ക്, ബസ്ര എന്നിവിടങ്ങൾ ഉൾപ്പെടെ 7 പ്രവിശ്യകളിലായി തങ്ങളുടെ 20 പേർ കൊല്ലപ്പെടുകയും 32 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്ന് ഇറാൻ അനുകൂല സായുധ ഗ്രൂപ്പായ പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സ് പറയുന്നു. കിഴക്കൻ ഇറാഖിലുടനീളമുള്ള ലോജിസ്റ്റിക് ആയുധ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് സംയുക്ത ഓപ്പറേഷൻ അമേരിക്കയും സൗദി അറേബ്യയും ചേർന്ന് നടത്തിയത്. ഇറാൻ അനുകൂല സായുധ ഗ്രൂപ്പുകൾ സൗദിക്ക് നേരെ 72 മണിക്കൂറിനിടയിൽ 30-ലധികം ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി എന്ന് സൗദി അറേബ്യ പറയുന്നു. സൗദി ഊർജ്ജ സൗകര്യങ്ങൾക്കെതിരെ ആക്രമണം നടത്താൻ ശ്രമിച്ചതാണ് സൗദി അറേബ്യ ഇപ്പോൾ പരസ്യമായി യുദ്ധരംഗത്തിറങ്ങാനുള്ള കാരണവും. സൗദിക്ക് നേരെ ആക്രമണം നടത്താൻ ഇറാൻ മിലിഷ്യകൾക്ക് നിർദ്ദേശം നൽകിയത് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സ് ആണ് എന്ന് സൗദി അറേബ്യ ഉറപ്പിച്ചു പറയുന്നു. സൗദിയും അമേരിക്കയും നടത്തിയ സംയുക്ത വ്യോമാക്രമണത്തിൽ 4 ഇറാൻ റവല്യൂഷണറി ഗാർഡ് അംഗങ്ങളും യമനിൽ നിന്നുള്ള ഹൂതി മിലിഷ്യ നേതാവും കൊല്ലപ്പെട്ടുവെന്ന് സ്ഥിരീകരിച്ചു. ഒരു ദിവസം മുൻപ് വൈറ്റ് ഹൗസിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നെതന്യാഹുവും തമ്മിൽ നടന്ന കൂടിക്കാഴ്ച. 90 മിനിറ്റാണ് ഇരുവരും തമ്മിൽ സംഭാഷണം നടത്തിയത്, അടച്ചിട്ട മുറിയിൽ. കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ നേതാക്കൾ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. ഇറാന് ആണവായുധങ്ങളില്ല എന്ന് ഉറപ്പാക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് നെതന്യാഹു പിന്നീട് പറഞ്ഞു. ഡൊണാൾഡ് ട്രംപുമായി താൻ നടത്തിയ സംഭാഷണങ്ങളിൽ ഏറ്റവും മികച്ച ഒന്നാണ് കടന്നുപോയത് എന്ന് നെതന്യാഹു മാധ്യമപ്രവർത്തകരോട് വിശദീകരിച്ചു. ഇറാൻ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇസ്രയേൽ ഇന്റലിജൻസ് ശേഖരിച്ച വിവരങ്ങൾ ഡൊണാൾഡ് ട്രംപിന് കൈമാറി എന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ പറയുന്നു. ഒരു കാര്യം വ്യക്തമാണ്, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ അതിശക്തമായ ആക്രമണങ്ങളാണ് ഇപ്പോൾ അമേരിക്ക
ഇറാനിൽ നടത്തുന്നത്. അമേരിക്കയിൽ വെച്ച് നടക്കുന്ന ഈ കൂടിക്കാഴ്ച വിവാദത്തിൽ ആഴ്ത്താനാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് തുടർച്ചയായി ജോർദാന് നേർക്ക് ആക്രമണങ്ങൾ പിന്നീട് നടത്തിയത്. നയതന്ത്ര ചർച്ചകൾക്ക് അവസരമൊരുക്കാനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച വെടിനിർത്തൽ ശാന്തത. എന്നാൽ US സൈന്യത്തെ ലക്ഷ്യമിട്ട് ഇറാൻ തുടർച്ചയായി നടത്തുന്ന ആക്രമണങ്ങളെ നിസ്സംഗതയോടെ നോക്കി നിൽക്കാൻ കഴിയില്ല എന്ന് ട്രംപിന് മനസ്സിലായി. ഇന്നലെ രാത്രി 8 മണിക്ക് ശേഷം സെൻട്രൽ കമാൻഡ് ആക്രമണങ്ങൾ ആരംഭിച്ചു എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ഇറാനെ ഞങ്ങൾ അടിച്ചു തകർക്കും, ഇത് ഞങ്ങളുടെ ഊഴമാണ്. ട്രംപിന്റെ വാക്കുകൾ വെറുതെയായില്ല എന്ന് പിന്നീട് നടത്തിയ ആക്രമണങ്ങൾ തെളിയിച്ചു. ഇറാനെ അടിച്ചു തകർക്കുമെന്നും അവരെ ശക്തിയായി ആക്രമിക്കുമെന്നും കനത്ത പ്രഹരമേൽപ്പിക്കുമെന്നുമാണ് ട്രംപ് പറഞ്ഞത്. ഇറാൻ തങ്ങളുടെ പ്രതിരോധ സംവിധാനം കൂടുതൽ ശക്തമാക്കാൻ ലക്ഷ്യമിട്ട് ചൈനയിൽ നിന്ന് ആയുധം വാങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നടത്തിയ ആക്രമണത്തിന്റെ വ്യാപ്തി ലോകം മനസ്സിലാക്കിയത്. ചൈനയിൽ നിന്ന് ആയുധം വാങ്ങുന്നുവെന്ന റിപ്പോർട്ടുകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. ഇതിൽ താൻ നിരാശനാണ് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. തോളിൽ വെച്ച് തൊടുക്കാവുന്ന ചൈനീസ് നിർമ്മിത വ്യോമ പ്രതിരോധ മിസൈൽ ലോഞ്ചറുകൾ അടുത്ത ആഴ്ചകളിൽ തന്നെ ഇറാനിലെത്തുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത്. പാകിസ്ഥാൻ വഴി കരമാർഗം ഇറാനിലെത്തിക്കാനാണ് അവർ തയ്യാറാക്കിയിരിക്കുന്ന പദ്ധതി. 60 മുതൽ 70 മില്യൺ ഡോളർ വരെ വില വരുന്നതാണ് ഈ സൈനിക കരാർ. USഉം ഇസ്രയേലും ഇറാന്റെ മിസൈൽ ഡ്രോൺ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണങ്ങളിൽ തന്ത്രപ്രധാന കേന്ദ്രങ്ങളുടെ സുരക്ഷയിൽ ഏറെ വിള്ളലുകൾ കണ്ടെത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ തങ്ങളുടെ ഹ്രസ്വദൂര വ്യോമ പ്രതിരോധം ശക്തമാക്കാൻ ഇറാൻ ശ്രമിക്കുന്നു. ചൈനയിലെ ഉറുംഖിയിൽ നിന്ന് വിമാനമാർഗം പാകിസ്ഥാൻ വഴി ഇറാനിലേക്ക് മിസൈലുകൾ എത്തിക്കുകയാണ് നിലവിലെ പദ്ധതി. എന്നാൽ വാർത്തകൾ പാകിസ്ഥാൻ പൂർണ്ണമായും നിഷേധിക്കുന്നു. സമാധാനം പ്രോത്സാഹിപ്പിക്കലാണ് എപ്പോഴും തങ്ങളുടെ നിലപാടെന്ന് ചൈന പറയുന്നു. അത്യന്തം ആശങ്കാഭരിതമാണ് ഇപ്പോൾ മേഖലയിലെ സ്ഥിതിവിശേഷം. ഒരു വശത്ത് ചൈന ഇറാൻ ആയുധങ്ങൾ നൽകുമോ എന്ന സംശയം. അത്തരമൊരു ഘട്ടത്തിൽ കൂടുതൽ യുദ്ധം വ്യാപിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് അമേരിക്ക. മറുവശത്ത് സൗദി അറേബ്യ അമേരിക്കയ്ക്കൊപ്പം ചേർന്ന് ഇറാഖിലെ ഇറാൻ മിലിഷ്യ ഗ്രൂപ്പുകൾക്ക് നേരെ നടത്തുന്ന ആക്രമണം. സൗദിയും അമേരിക്കയും സംയുക്തമായി യമനിലെ ഹൂതികൾക്ക് നേരെ ആക്രമണം നടത്താനുള്ള സാധ്യതയുമുണ്ട്. ഇതിനിടയിലാണ് അമേരിക്കയിൽ നിന്ന് മടങ്ങി വരുന്ന ബെഞ്ചമിൻ നെതന്യാഹു കൂടുതൽ യുദ്ധസന്നാഹങ്ങൾക്കൊരുങ്ങാൻ തങ്ങളുടെ സേനയോട് ആവശ്യപ്പെടുന്നത്. അമേരിക്കയും ഇസ്രയേലും ചേർന്നുള്ള സംയുക്ത ആക്രമണം ഉടൻ തുടങ്ങുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. തങ്ങൾക്ക് നേരെ നടക്കുന്ന അധിനിവേശങ്ങൾക്കെതിരെ ആത്മരക്ഷാർത്ഥം തിരിച്ചടിക്കാൻ രാജ്യത്തിന് അവകാശമുണ്ട് എന്ന് സൗദി വ്യക്തമാക്കി. മേഖലയിൽ സംഘർഷം വ്യാപിപ്പിക്കാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് മേലുള്ള ഏത് കടന്നുകയറ്റവും തങ്ങൾ പ്രതിരോധിക്കും. യുദ്ധം വീണ്ടും കനത്തു. അന്താരാഷ്ട്ര വിപണിയിൽ കടുത്ത ആശങ്ക. എണ്ണ വ്യാപാരത്തിന്റെ പ്രധാന പാതയായ ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചതോടെ ക്രൂഡ് ഓയിൽ വിതരണം ആഗോളതലത്തിൽ തടസ്സപ്പെട്ടുന്നു. അമേരിക്കയിലെത്തിയ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് അമേരിക്കൻ രാഷ്ട്രീയ നേതാക്കൾ വലിയ സ്വീകാര്യതയാണ് നൽകിയത്. രണ്ടാം ലോകമഹായുദ്ധത്തിൽ ഗ്രേറ്റ് ബ്രിട്ടൻ ഉണ്ടായിരുന്നതിന് ശേഷം നമുക്കുണ്ടായിരുന്ന ഏറ്റവും മികച്ച സഖ്യകക്ഷിയാണ് ഇസ്രയേൽ എന്ന് ബ്ലെയർ ഹൗസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ അർക്കാൻസസിൽ നിന്നുള്ള US സെനറ്റർ ടോം കോട്ടൺ പറയുന്നു. ഇറാനിൽ നമ്മുടെ പൊതുശത്രുവിനെതിരെയും നാം നേരിടുന്ന തീവ്ര ഭീകരതയ്ക്കെതിരെയും തോളോട് തോൾ ചേർന്ന് നമുക്കൊപ്പം പോരാടിയ ഒരു രാഷ്ട്രം നമുക്ക് ലഭിച്ചത് അവസാന സമയമായിരുന്നു. നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തിയ ഡെമോക്രാറ്റിക് സെനറ്റർ മംദാനിയെ വിലകെട്ടവൻ എന്ന് പരിഹസിച്ചു. ന്യൂയോർക്ക് സിറ്റി മേയർ സൊഹ്റാൻ മംദാനിയെ വിലകെട്ടവനെന്ന് ഡെമോക്രാറ്റിക് സെനറ്റർ ജോൺ ഫൈറ്റർമാനാണ് പരിഹസിച്ചത്. ഇറാനിൽ ഇപ്പോൾ നടക്കുന്നത് കനത്ത ആക്രമണ തരംഗം. IRGCയുടെ നിരവധി ലക്ഷ്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി എന്ന് US സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചു. കനത്ത ആക്രമണങ്ങളുടെ ഒരു തരംഗം ഇനി ഇറാന് പ്രതീക്ഷിക്കാം. കമാൻഡ് സെന്ററുകൾ, മിസൈലുകൾ, ഡ്രോണുകൾ എന്നിവയ്ക്കുള്ള സൗകര്യങ്ങൾ, മറ്റ് സൈനിക നിരീക്ഷണ കേന്ദ്രങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടാണ് ഇന്നലെ രാത്രിയിൽ ഞങ്ങൾ തുടങ്ങിയ ആക്രമണങ്ങൾ പുരോഗമിക്കുന്നത് എന്ന് സെൻകോം വിശദീകരിക്കുന്നു. മുൻപും കനത്ത ആക്രമണങ്ങൾക്ക് ശേഷം വെടിനിർത്തൽ എന്ന പേരിൽ ഇടക്കാലത്ത് അവധിയെടുക്കുന്ന പതിവുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ആക്രമണങ്ങളിൽ. വീണ്ടും ആയുധവും സന്നാഹവും എത്തിക്കുകയാണ് ഇത്തരം കാലയളവിൽ അദ്ദേഹം ചെയ്യുന്നത്. പിന്നീട് കനത്ത ആക്രമണം അതുതന്നെയാണിപ്പോൾ മേഖലയിൽ സംഭവിക്കുന്നതും. ഇറാനെ തച്ച് തകർത്ത് മാത്രമേ ഇനി തനിക്ക് പിൻവാങ്ങാൻ കഴിയൂ എന്ന് ട്രംപ് പറയുന്നു. മധ്യേഷ്യയിലെ കൂടുതൽ രാജ്യങ്ങളിലേക്ക് ഇപ്പോൾ ആക്രമണ തരംഗം വ്യാപിക്കുകയാണ്. ഈജിപ്തിലെ മെഡിറ്ററേനിയൻ തുറമുഖമായ ഡാമിയേറ്ററിൽ US-ന്റെ ഉടമസ്ഥതയിലുള്ള ഗ്യാസ് സംഭരണ ടാങ്കറിൽ ഡ്രോൺ ഇടിച്ചു കയറിയതായി ബ്രിട്ടീഷ് സമുദ്ര സുരക്ഷാ സ്ഥാപനമായ ആംപ്രി പ്രാഥമിക വിലയിരുത്തലിൽ പറയുന്നു.
ചുരുക്കത്തിൽ അമേരിക്കൻ സേനാംഗങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ച ഇറാന് അതിശക്തമായ മറുപടിയാണ് അമേരിക്ക നൽകുന്നത്. ഇറാനെ നമ്മൾ തോൽപ്പിക്കുമെന്ന് ട്രംപ് വീണ്ടും പ്രഖ്യാപിക്കുന്നു. ഇപ്പോൾ നടക്കുന്ന യുദ്ധം അവരെ തകർക്കാൻ ഉദ്ദേശിച്ച് തന്നെയാണ്. ഇറാഖിലെ ഇറാൻ മിലിഷ്യകൾക്ക് നേരെ അമേരിക്കയും സൗദിയും നടത്തിയ ആക്രമണത്തിൽ 20 ഇറാൻ സഖ്യ അംഗങ്ങൾ കൊല്ലപ്പെട്ടുവെന്നാണ് ഔദ്യോഗിക കണക്കുകൾ. മിഡിൽ ഈസ്റ്റ് യുദ്ധം വീണ്ടും അതിശക്തമായ തലത്തിൽ മുന്നോട്ട് നീങ്ങുന്നു. ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ പ്രോക്സികൾ വീണ്ടും സജീവമായി അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കുമെതിരെ ആക്രമണങ്ങൾക്ക് മുതിരുന്നു. ജോർദാനിലെ US താവളങ്ങൾ ലക്ഷ്യമിട്ട ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിന് ഏറ്റവും മാരകമായ പ്രത്യാക്രമണം ഇപ്പോൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നു. ഒരു കാര്യം വ്യക്തമാണ്, മേഖലയിലെ യുദ്ധം പെട്ടെന്ന് അവസാനിക്കില്ല. ഇറാനെ തകർത്ത് തരിപ്പണമാക്കി മാത്രമേ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയൂ എന്ന് ട്രംപ് മനസ്സിലാക്കി. വരും മണിക്കൂറുകൾ ലോകത്തെ കൂടുതൽ ആശങ്കയിലാഴ്ത്തുന്നത് ഇറാനും അമേരിക്കയും സംയുക്തമായി നടത്തുന്ന ആക്രമണങ്ങൾ ഏത് തലത്തിലേക്ക് വളരും എന്ന ആശങ്കയിൽ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.